അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബി.എഡ് ഫസ്റ്റ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്ഷണൽ അറബി കോഴ്സിൻ്റെ തിയററ്റിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് അറബി എന്നുള്ള ടോപ്പിക്കിലാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി നമുക്ക് സിലബസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു വിദ്യാർത്ഥി ഈ പേപ്പർ പഠിക്കുന്നതിലൂടെ നേടിയെടുക്കുന്ന പ്രധാനപ്പെട്ട ഔട്ട്കംസുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ സിലബസ് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, നോക്കാവുന്നതാണ്. അതിലപ്പുറം നമുക്ക് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് സ്റ്റഡിയാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അരിഫുൽ ലുഗ, ഭാഷയെ നിർവചിക്കാം എന്ന ചോദ്യമാണ് ആദ്യമായി കടന്നു വരുന്നത്. ഒരുപാട് ഡെഫിനേഷൻസുകൾ, നിർവചനങ്ങൾ നമുക്ക് കാണാമെങ്കിലും ഭാഷാ പണ്ഡിതനായിട്ടുള്ള ഇബ്നു ജുന്നി എന്നവരുടെ ഡെഫിനേഷൻ വളരെ പ്രധാനമാണ്. അൽ ലുഗ അസ്വാത്തുൻ യുഅബ്ബിറു ബിഹ കുല്ലു ഖൗമിൻ അൻ അഗ്റാദിഹിം. എല്ലാ സമൂഹവും അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്രഷൻ ചെയ്യുന്ന അസ്വാത്തുകളാണ്, ശബ്ദങ്ങളാണ്. ചില ശബ്ദങ്ങൾക്കാണ് ഭാഷ എന്ന് പറയുന്നത്. മറ്റൊരു ഡെഫിനേഷൻ ഇബ്നു ഖൽദൂൻ്റെ ആണ്. അൽ ലുഗ ഫിൽ മുതആരിഫി ഹിയ ഇബാറത്തുൻ അൽ മുതകല്ലിമി അൻ മഖ്സൂദിഹി. ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മുതകല്ലിമ്, സംസാരിക്കുന്ന ആളുടെ അവതരണത്തിനെയാണ് പൊതുവെ ഭാഷ എന്ന് പറയുന്നത് എന്നാണ് ഇബ്നു ഖൽദൂൻ പറയുന്നത്. അൽ ലുഗ ഹിയ വസീലത്തു തവാസുലിൻ തസ്തഖ്ദിമു ലിതഅബീർ അനിൽ അഫ്കാരി വൽ മശാഇരി ബൈനൽ അഫ്റാദ്. വ്യക്തികൾക്കിടയിൽ വികാരങ്ങളും ചിന്തകളും പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് ഭാഷ എന്ന് പറയുന്നത്. ഒരു പൊതുവായിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. ഇത് നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്, അതിൻ്റെ ആൻസറാണ്. ഭാഷയെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ അത് എസ്എ ക്വസ്റ്റ്യൻ ആവട്ടെ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവട്ടെ, നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ചോദ്യങ്ങൾ കൃത്യമായി വായിച്ചു നോക്കി ഇത് ആപ്ലിക്കബിൾ ആണോ എന്ന് കൃത്യമായി നോക്കി അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഖസായിസുൽ ലുഗ മാഹിയ, എന്തെല്ലാമാണ് ഭാഷയുടെ സവിശേഷതകൾ എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അൽ ലുഗ ലഹ ഇദ്ദത്തു ഖസായിസ്. ചില പ്രത്യേകതകൾ, സവിശേഷതകൾ ഭാഷക്കുണ്ട്. 1 തവാസുൽ, ആശയവിനിമയമാണ്. 2 തഅബീർ, പ്രകടനമാണ്. ചിന്തകളെ, ആശയങ്ങളെ, വൈകാരികതയെ പ്രകടിപ്പിക്കുക. 3 അത്താരീഖ് വസ്സഖാഫ. ഏതൊരു ഭാഷയ്ക്കും അതിനൊരു സംസ്കാരവും ചരിത്രവും ഉണ്ടാകും. 4 സിസ്റ്റമാണ്, തൻളീം, സംവിധാനം ഉണ്ടാവും. മറ്റൊന്ന് 5-മത്തേതാണ് അത്തതവ്വുർ, പുരോഗമനം ഉണ്ടാകും ഏതൊരു ഭാഷയ്ക്കും. 6 അൽ ഖായിദ, നിയമങ്ങളുണ്ടാവും. വൽ ഹൈക്കൽ, രൂപങ്ങളുണ്ടാകും. 7 അത്തനവ്വു, വൈവിധ്യത ഉണ്ടാവും. എല്ലാ ഭാഷയിലും ഡൈവേഴ്സിറ്റി കാണാൻ സാധിക്കും. 8 അൽ ഖുവ്വ റംസിയ, സിംബലുകൾ കാണാൻ സാധിക്കും. ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് ചില പ്രത്യേകതകൾ കാണാൻ സാധിക്കും. അത് സംസ്കാരത്തിനനുസരിച്ച്, ഭാഷക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് അതിൻ്റെ സവിശേഷതയും അത് വ്യത്യാസപ്പെടുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അറബി ഭാഷയ്ക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ചില സവിശേഷതകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടും ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ തുടരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.